നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പല ഫേക്ക് ന്യൂസുകളും പലരും പടച്ചു വിടുന്നുണ്ട്. അത് ഫുട്ബോൾ ലോകത്ത് പോലും ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് വമ്പൻ മാധ്യമങ്ങൾ വരെയുണ്ട്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചൊരു കാര്യമാണ് റിച്ചാലിസൺ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ യുദ്ധം അവസാനിക്കാതെ താൻ വേൾഡ് കപ്പിൽ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റോറി ഇട്ടു എന്നും പറഞ്ഞിട്ട് വ്യാപക പ്രചരണമായിരുന്നു. അത് UK നിന്നുള്ളൊരു സ്പോർട്സ് പേജൊക്കെയാണ് അത് പ്രധാനമായിട്ട് എടുത്തിട്ടത്. അതെല്ലാവരും കൂടി എടുത്ത് ഏറ്റുപിടിക്കുകയും ചെയ്തു. നമ്മൾ അപ്പോഴേ ഇത് കണ്ടപ്പോഴേ റിച്ചാലിസൻ്റെ പേജും അദ്ദേഹത്തിൻ്റെ മറ്റ് സോഴ്സുകളൊക്കെ ചെക്ക് ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞായിട്ട് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ റിച്ചാലിസൺ തന്നെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. യുദ്ധത്തിന് ഞാൻ എതിരാണ്, പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കില്ല എന്നൊന്നും ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത്. ഇത് പ്രചരിപ്പിച്ചവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പിൻവാങ്ങാൻ തയ്യാറാവണം എന്ന് തന്നെ റിച്ചാലിസൺ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന വാക്കുകൾ നോക്കാം. ആ ഒരു വാർത്ത കൊടുത്ത പേജിൻ്റെ ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഞാൻ കാര്യങ്ങളൊന്ന് വ്യക്തത വരുത്തുകയാണ്. കാരണം ഫേക്ക് ന്യൂസ് വലിയ രൂപത്തിൽ പലയിടത്തും പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തിരുന്നത് ഐ വോണ്ട് പ്ലേ ദി വേൾഡ് കപ്പ് അൺടിൽ ദി ഫൈറ്റ് ഈസ് ഓവർ എന്നാണ്. യുദ്ധം അവസാനിക്കുന്നവരെ ഞാൻ വേൾഡ് കപ്പ് കളിക്കില്ല, USA പോയി കളിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു ഐ നെവർ മെയ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടേ ഇല്ല. പക്ഷേ ഞാൻ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങൾക്കും സംഘർഷാവസ്ഥകൾക്കും എതിരാണ് എന്ന് വെച്ച് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കില്ല എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ തെറ്റായ ഫേക്കായ വാർത്ത ഷെയർ ചെയ്തവർ അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവണം, അവരുടെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് എന്നുകൂടി ഇപ്പോൾ റിച്ചാലിസൺ പറയുന്നു. ഏതായാലും ആവശ്യത്തിന് തന്നെയുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് കൊടുത്താൽ പോരെ. എന്തിനാണ് ഈ ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ വേണ്ടി പലരും നിൽക്കുന്നത്? വല്ലാത്ത അവസ്ഥയാണ്. യുദ്ധത്തിൻ്റെ കെടുതി ഒരു ഭാഗത്ത് വലിയ രൂപത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നു. അതിനിടയിൽ കൂടെ വേറെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ കുറച്ച് ആളുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.